അപ്പോൾ അവർ പറഞ്ഞു ഉത്തരം, അവരെ എളുപ്പത്തിൽ തന്ത്രപരമായി നമുക്ക് ഈ ഒരു അപകടത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ തിരഞ്ഞെടുത്ത സ്ത്രീകൾക്ക് മുഴുവൻ ഒരുപാട് കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർ അന്ധമായ വിശ്വാസികളായിരുന്നു. ഞാനിവിടെ നല്ല രീതിയിലൊരു സൗഹൃദം സ്ഥാപിക്കുകയും അതുപോലെ തന്നെ അവരോട് ഞാൻ പറയുകയും ചെയ്യും, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളും തീരാനായിട്ട് എൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം തീരും. അതുപോലെ തന്നെ നിങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വെൽ ഡ്രസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു കാര്യസിദ്ധി ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അങ്ങനെ വരുന്ന സ്ത്രീകൾക്ക് അമ്പലത്തിൽ പ്രസാദമാണെന്ന് പറഞ്ഞ് സൈനൈഡ് കലക്കിയ തീർത്ഥം അവർ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മരിച്ചു വീഴുന്ന സ്ത്രീകളിൽ നിന്ന് സ്വർണവും പണ്ടവും എല്ലാം കൈക്കലാക്കി മുങ്ങുന്ന രീതിയായിരുന്നു നമ്മുടെ ഈ മല്ലിക അല്ലെങ്കിൽ സൈനൈഡ് മല്ലിക എന്ന് പറയുന്ന സ്ത്രീ അവലംബിച്ചു വന്നിരുന്ന രീതി എന്ന് പറയുന്നത്. പിന്നെയും പോലീസുകാർ അവരോട് ചോദ്യം ചോദിച്ചു, ഈ സാധാരണക്കാരായ സ്ത്രീകളെ കൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് സുഖമാണ് ലഭിച്ചത്? അപ്പോൾ അവർ പറഞ്ഞ ഉത്തരവെന്ന് പറയുന്നത്, ആ സൈനൈഡ് കൊടുത്തതിന് ശേഷം അവർ പിടഞ്ഞു വീഴുന്നത് കണ്ട് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. കാര്യം ഒരു പണത്തിന് വേണ്ടി തുടങ്ങിയ ഒരു കൊലപാതകം അവസാനം ഹരത്തിന് വേണ്ടി കൊല്ലുന്ന രീതിയിലേക്ക് വരെ ആ ഒരു സൈനൈഡ് മല്ലിക എന്ന് പറയുന്ന സ്ത്രീ രൂപാന്തരം ചെയ്യപ്പെട്ടു. അങ്ങനെ അവസാനം ബാംഗ്ലൂരിനെ വിറപ്പിച്ച ആ സീരിയൽ കില്ലർ പോലീസുകാരുടെ വലയിൽ വീഴുകയാണ്. അങ്ങനെ അവസാനം സീരിയൽ കില്ലറായ സൈനൈഡ് മല്ലികയെ തൂക്കിക്കൊല്ലാൻ വിധി ഉണ്ടാവുകയുമാണ്. പക്ഷേ കുറച്ചു കാലത്തിന് ശേഷം ആ വിധി മരവിപ്പിച്ച് ജീവപര്യന്തമാക്കി കുറയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ഈ മല്ലിക എന്ന് പറയുന്ന സ്ത്രീ ബാംഗ്ലൂരിലെ സെൻട്രൽ ജയിലിൽ ഉണ്ട്. അവർക്ക് യാതൊരുവിധ പശ്ചാത്തലമോ കാര്യമോ ഇതിലൊന്നും കാണാനില്ല എന്നാണ് പോലീസുകാർ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുത്ത് അവരെ തൂക്കുകയർ ഇല്ലാതാക്കിയത് ശരിയാണോ തെറ്റാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.